വിശുദ്ധ മാലാഖമാരുടെ വണക്കമാസം 1-ാം തീയതി. നിന്റെ സകല വഴികളിലും നിന്നെ കാത്തുകൊള്ളുന്നതിന് നിന്നെക്കുറിച്ച് തൻ്റെ മാലാഖമാർക്ക് കർത്താവ് കൽപ്പന കൊടുത്തു. സങ്കീർത്തനം 91:11. ധ്യാനം. മനുഷ്യൻ ഈ ഭൂമിയിൽ ഒരു പരദേശിയും അവൻ്റെ ജീവിതം മോക്ഷമെന്ന ജന്മദേശത്തേക്കുള്ള ഒരു യാത്രയുമാകുന്നു. എന്നാൽ ആ ഭാഗ്യപ്പെട്ട സ്ഥലത്ത് ചെന്നെത്തുന്നതിനുള്ള ഇടുങ്ങിയ വഴിക്ക് എന്തുമാത്രം അപകടങ്ങളും അനർത്ഥങ്ങളും നേരിടുന്നു. ലോകം, പിശാച്, ആശാപാശങ്ങൾ എന്നീ ശത്രുക്കൾ മനുഷ്യൻ വയ്ക്കുന്ന ഓരോ കാലടിക്കും വിരോധിക്കുകയും അവൻ്റെ യാത്രയെ തടുക്കുന്നതിനും സർവശക്തിയോടെ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ദൈവം ആരെ ആദരിക്കുന്നുവോ അവൻ ഭാഗ്യവാൻ. കൃപ നിറഞ്ഞ പിതാവായ അങ്ങുന്ന് മനുഷ്യന്റെ രക്ഷയ്ക്കായി അനേക മാർഗങ്ങൾ വെച്ചിട്ടുള്ളതിൽ മുഖ്യമായ ഒന്ന് അവനെ കാത്തു പരിപാലിക്കുന്നതിനായി ഒരു മാലാഖയെ അവൻ്റെ കൂടെ നിശ്ചയിച്ചിരിക്കുന്നു എന്നതാകുന്നു. ഓ മനുഷ്യ, നിന്നെ അങ്ങന്ന് തൻ്റെ ദൂതന്മാരുടെ സൂക്ഷ്മത്തിനായി ഏൽപ്പിച്ചിരിക്കുന്നു. അവർ നിന്റെ സകല വഴികളിലും നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യും. നിന്റെ ജീവിതകാലത്തിൻ്റെ എല്ലാ ചുറ്റുപാടുകളിലും നിനക്ക് സംഭവിക്കുന്ന എല്ലാ ആപത്തുകളിലും അനർത്ഥങ്ങളിലും നിന്നെ സംരക്ഷിച്ചു കൊള്ളുന്നതിനൊരുക്കമുള്ള ഒരു മോക്ഷാരൂപി നിനക്കുണ്ടായിരിക്കുന്നത് എത്രയോ ആനന്ദകരവും ആശ്വാസപ്രദവുമായ ഒരു കാര്യമായിരിക്കുന്നു. എൻ്റെ ദൈവമേ, മനുഷ്യമക്കളുടെ നേരെ അവിടുന്ന് കാണിക്കുന്ന മഹാ അനുഗ്രഹങ്ങളെയും അതിശയങ്ങളെയും കുറിച്ച് അങ്ങേക്ക് അടിയൻ സ്തോത്രം ചെയ്യുന്നു. ക്രിസ്ത്യാനിയായ സഹോദര, ദൈവത്തിന് നിന്റെ മേലുള്ള സ്നേഹം എത്രത്തോളമായിരിക്കുന്നു എന്ന് നീ മനസ്സിരുത്തി വിചാരിക്കുക. അങ്ങേ കരുണ എന്തുമാത്രമാണെന്ന് നീ ആലോചിക്കുക. നിന്റെ കാര്യങ്ങളൊക്കെയും പരമേൽപ്പിക്കുന്നതിന് ആരെന്നും ആർക്കെന്നും എന്തിനായിട്ടെന്നും ചിന്തിച്ച് നിന്റെ ബോധത്തിൽ ഈ സത്യത്തെ ആഴമായി പതിക്കി. നിന്റെ കാര്യം പരമേൽപ്പിക്കുന്നത് ആരാണ്? സകല മാലാഖമാരും അങ്ങേ സ്വന്തം വസ്തു ആയിരിക്കുകയും അങ്ങേ ഒരു അടയാളത്തിന് കുമ്പിട്ട് വണങ്ങുകയും അങ്ങേ കൽപ്പനകളെ പൂർണ്ണമായി നിറവേറ്റുകയും ചെയ്യുന്ന ആ അത്യുന്നതനും അനന്ത മഹിം പ്രതാപത്തോടെ കൂടിയവനുമായ ദൈവമത്രേ നിന്നെ പരമേൽപ്പിക്കുന്നത്. ആർക്ക്? എത്രയും പരിശുദ്ധാരൂപികളും ഏറ്റവും ഉന്നത ബോധജ്ഞാനികളും ദൈവസ്വഭാവത്തോടും ഏറ്റവും അടുത്തവരുമായ മാലാഖമാർക്കത്രേ നിന്നെ പരമേൽപ്പിക്കുന്നത്. എന്തിനായിട്ടാണ്? നിന്റെ സകല വഴികളും, അതായത് നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ഈ പരദേശ യാത്രയിൽ നിനക്ക് വന്നുകൂടുന്ന എല്ലാ ആപത്തുകളിലും നിന്നെ കാത്തു രക്ഷിച്ച് മോക്ഷത്തിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി അത്രേ. എന്നാൽ നീ ആരാണ്? പൊടിയും ചാമ്പലും കൃമിയും അല്ലാതെ മറ്റൊന്നുമല്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം എത്രയോ അതിശയത്തക്കതായിരിക്കുന്നു. അങ്ങേ ഉപവി എത്രയോ മഹത്വമുള്ളതാകുന്നു. ഓ മനുഷ്യന്റെ ഭാഗ്യം എത്രയോ മഹത്തരമാണ്. ദൃഷ്ടാന്തം. ദൈവമനുഷ്യർക്ക് ഓരോ കാവൽ മാലാഖമാരെ നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നത് എത്രയോ വലിയ മനോഗുണമുള്ളതാണെന്ന് കീർത്തിക്കപ്പെട്ട കന്യകയായ വിശുദ്ധ കിക്കിലിയോ വിശേഷവിധിയായി അനുഭവിച്ചറിയുന്നതിനിടയായി. ഈ യുവതി അവളുടെ സമ്മതം കൂടാതെ വരേലിയാനോസ് എന്നു പേരായ കുലശ്രേഷ്ഠതയുള്ള ഒരു യുവാവിനോട് വിവാഹം കഴിക്കപ്പെട്ടു. അന്ന് രാത്രി അവളുടെ മുറിയിൽ തനിച്ച് ദുഃഖിതയായിരിക്കയിൽ തൻ്റെ വ്യസനത്തെ തീർക്കുന്നതിന് വേണ്ടി തൻ്റെ കാവൽ മാലാഖമാരുടെ നേരെ തിരിഞ്ഞ് ഇപ്രകാരം പറഞ്ഞു: എൻ്റെ കാവൽ മാലാഖയെ, എൻ്റെ ദിവ്യ മണവാളനായ ഈശോയ്ക്ക് എന്നെ തന്നെ ഞാൻ പ്രതിഷ്ഠിച്ചിരിക്കുകയാൽ തന്നോടുള്ള എൻ്റെ വിശ്വസ്തതയെ കാത്തുകൊള്ളുന്നതിന് നീ എന്നെ കാത്തു സൂക്ഷിക്കുകയും ആദരിക്കുകയും ചെയ്യണമേ. ഈ അപേക്ഷ കഴിഞ്ഞതിന് ശേഷം കിക്കിലിയ ധൈര്യപ്പെട്ട് തൻ്റെ മണവാളനോട് പറഞ്ഞതായത്: വരോലന്യോസേ, നീ എന്നോട് ഒന്നും ചെയ്യരുതേ. എന്നെ ആദരിക്കാനായിട്ട് എൻ്റെ കാവൽ മാലാഖ എൻ്റെ അടുക്കൽ ഹാജരായി നിൽപ്പുണ്ട്. നീ എന്തെങ്കിലും എന്നോട് ചെയ്യുവാൻ തുനിഞ്ഞാൽ നിനക്ക് നാശം വന്നുകൂടും. അപ്പോൾ വലേരിയാനോസ് വളരെ ഭയപ്പെട്ടു. എങ്കിലും മാലാഖയെ കാണുവാനുള്ള കൗതുകം കൊണ്ട് ഞാൻ അദ്ദേഹത്തെ കാണട്ടെ, എന്നാൽ നീ പറയുന്നത് ഞാൻ വിശ്വസിക്കാം എന്നുത്തരിച്ചു. അതിന് കിലിക്കിയ, നീ ക്രിസ്ത്യാനിയായാൽ നിനക്ക് അദ്ദേഹത്തെ കാണുവാൻ കഴിയും എന്ന് പറഞ്ഞു. അതിന് വരേലിയാനോസ് മനസ്സായതിനാൽ അവനെ വേഗത്തിൽ അവൾ വേദകാര്യങ്ങളൊക്കെയും പഠിപ്പിക്കുകയും വിശുദ്ധ ഉർബാനോസ് മാർപ്പാപ്പയെ കൊണ്ട് ജ്ഞാനസ്നാനപ്പെടുത്തുകയും ചെയ്തു. അവൻ ജ്ഞാനസ്നാനം കൈക്കൊണ്ട് വീട്ടിൽ വന്നപ്പോൾ കിക്കിലിയ നമസ്കരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അവളുടെ അടുക്കൽ മഹാസൗന്ദര്യവും പ്രകാശവുമുള്ള ഒരു ബാലൻ നിന്നിരിക്കുന്നത് കണ്ട് വിസ്മയപരവശനായി. അനന്തരം ആ ദൈവദൂതൻ തൻ്റെ കയ്യിൽ പിടിച്ചിരുന്ന റോസാപ്പൂ കൊണ്ടും ലില്ലിപുഷ്പം കൊണ്ടും തീർത്ത 2 വിശേഷ മുടികളിൽ ഒന്ന് വരോലിനോസിൻ്റെയും മറ്റേത് കിക്കിലിയായുടെയും തലയിൽ വെച്ചപ്പോൾ ആ യുവാവിനുണ്ടായ ആശ്ചര്യവും
സന്തോഷവും എത്രമാത്രമെന്ന് പറഞ്ഞറിയിക്കാനാവില്ല. അതിനുശേഷം മാലാഖ അവരോട് പറഞ്ഞതായത്, ഈ കുസുമ മകുടങ്ങൾ പറുദീസായിൽ ഒട്ടും വാടാതെ നിൽക്കുന്ന പുഷ്പങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളവയാണ്. ഇവ എല്ലായ്പ്പോഴും നല്ല സുഗന്ധവാസന വീശിക്കൊണ്ടിരിക്കും. എന്നാൽ ഇവയെ കാണുന്നതിന് നിങ്ങളെപ്പോലെ കന്യാവ്രതം സ്നേഹിക്കുന്നവർക്കല്ലാതെ മറ്റാർക്കും സാധിക്കുന്നതല്ല. ഈ മുടികൾ വാങ്ങിച്ചുകൊള്ളുവിൻ. ഇവ നിങ്ങൾക്ക് മോക്ഷത്തിൽ കിട്ടുവാനിരിക്കുന്ന മഹത്വ കിരീടങ്ങൾക്കുള്ള ഒരു ഉറപ്പും അച്ചാരവുമാകുന്നു. സാക്ഷാൽ അപ്രകാരം തന്നെ സംഭവിച്ചു. എന്തുകൊണ്ടെന്നാൽ കിക്കിലിയായും വലേരിയനുസും കാലതാമസമെന്നെ വേദത്തെ പ്രതി പാടുപെട്ട് മരിച്ച് മോക്ഷമുടി പ്രാപിച്ചു. ആകിയാൽ പ്രിയ സഹോദര, വിശുദ്ധ കിക്കിലിയായെ പോലെ നിന്റെ കന്യാവ്രതമെന്ന പുണ്യത്തെ ഒരു അമൂല്യ നിക്ഷേപം പോലെ വിലമതിക്കുകയും അതിനെ ഭംഗം കൂടാതെ ഭദ്രമായി കാക്കുന്നതിനും നിന്റെ വല്ലഭമുള്ള കാവൽമാലാഖയുടെ സങ്കേതത്തിൽ എപ്പോഴും അഭയം പ്രാപിക്കുകയും പ്രത്യേകം അശുദ്ധ പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ തൻ്റെ സഹായം എരിവോട് അപേക്ഷിക്കുകയും തൻ്റെ നേരെ വിശേഷ ഭക്തിയായിരിക്കാൻ സദാ ശ്രമിക്കുകയും ചെയ്തുകൊള്ളുക. ജപം. എൻ്റെ സർവേശ്വര കർത്താവേ, ഏറ്റവും നിർഭാഗ്യപ്പെട്ട പുഴുവായ അടിയന് കാവൽക്കാരനായിട്ട് ഒരു മാലാഖിയെ കൽപ്പിച്ചു തന്നിരിക്കുന്നത് കൊണ്ട് അങ്ങേക്ക് എത്രയോ വലിയ ഉപകാരസ്മരണയും സ്തുതിയും ചെയ്യുവാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അങ്ങൊന്ന് ഇപ്രകാരം തിരുവുള്ളമായത് എനിക്ക് എത്രയോ രക്ഷാകരവും പ്രയോജനകരവുമായ കാര്യമായിരിക്കുന്നു. കർത്താവെ, നീ എനിക്ക് ചെയ്ത മനോഗുണങ്ങളൊക്കെയും കുറിച്ച് ഞാൻ അങ്ങേക്ക് എപ്രകാരമുള്ള പ്രതിനന്ദി കാണിപ്പാൻ കഴിയും? എൻ്റെ പരിശുദ്ധ മാലാഖയെ എൻ്റെ ജപം സുഗന്ധ പരിമളം പോലെ ആകാശത്തിലോട്ട് പൊങ്ങി സർവേശ്വരൻ്റെ തിരുസന്നിധിയിൽ ചെന്നെത്തുമാറ് എൻ്റെ ചുണ്ടുകളെയും എൻ്റെ ഹൃദയപക്ഷത്തെയും നീ ശുദ്ധീകരിക്കണമേ. ഇത്ര അപൂർവമായ ദൈവ മനോഗുണത്തെക്കുറിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നതിന് നീ എന്നോടുകൂടെ ചേർന്ന് എൻ്റെ കൂട്ടുകാരനും കാവൽക്കാരനും എന്നുള്ള നിൻ്റെ ഉദ്യോഗത്തെ നിറവേറ്റിയരുളണമേ. എൻ്റെ കാവൽക്കാരനായിരിക്കുന്ന ദൈവദൂത, നിൻ്റെ ബഹുമാനത്തിനും നീ എനിക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് പ്രതിനന്ദിയായും നിനക്ക് ഞാൻ സമർപ്പിക്കുന്ന ഈ വണക്കത്തെ ദയാപൂർവം സ്വീകരിച്ച് ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നെ പ്രകാശിപ്പിച്ച് കാത്തു പരിപാലിക്കുകയും ഭരിച്ചു നടത്തുകയും എൻ്റെ മരണസമയത്ത് ദുഷ്ടശത്രുവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ ആദരിച്ച് രക്ഷിക്കുകയും പരലോകത്തിൽ നിന്നോടുകൂടെ സദാ ദൈവത്തെ സ്നേഹിച്ച് സ്തുതിച്ചു കൊണ്ടാടുന്നതിനും എനിക്ക് ഇട കിട്ടുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഹൃത്ത് ജപം. എൻ്റെ കാവൽക്കാരനായി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ മാലാഖയെ എന്നെ നീ പ്രകാശിപ്പിച്ച് പരിപാലിച്ച് ഭരിച്ച് നടത്തിക്കൊള്ളണമേ. എൻ്റെ കാവൽക്കാരനായി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ മാലാഖയെ എന്നെ നീ പ്രകാശിപ്പിച്ച് പരിപാലിച്ച് ഭരിച്ച് നടത്തിക്കൊള്ളണമേ. എൻ്റെ കാവൽക്കാരനായി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ മാലാഖയെ എന്നെ നീ പ്രകാശിപ്പിച്ച് പരിപാലിച്ച് ഭരിച്ച് നടത്തിക്കൊള്ളണമേ. സൽക്രിയ ഇന്നു തൊട്ട്
നിന്റെ കാവൽ മാലാഖയുടെ നേരെയുള്ള ഭക്തിക്ക് നിന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയും എല്ലായ്പ്പോഴും തന്നെ ഓർത്ത് നടപ്പാൻ സ്ഥിരമുള്ള പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തുകൊള്ളുക. ആമേൻ.